ഞാൻ എൻ്റെ വിശ്വാസത്തിൽ ഒരിക്കലും കോംപ്രമൈസ് ചെയ്യില്ല. ഞാൻ എൻ്റെ വിശ്വാസത്തെ ഏറ്റവും വിലയുള്ളതായിട്ടും സത്യമായിട്ടും കണക്കാക്കുന്നു. എന്നാൽ എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഇസ്ലാം മത വിശ്വാസിയെ, എൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ഹൈന്ദവ വിശ്വാസിയെ അവൻ്റെ വിശ്വാസം അനുസരിച്ച് ജീവിക്കാൻ, അങ്ങനെ ജീവിച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ഒരിക്കലും തടസ്സം നിൽക്കില്ല. ഇവിടെ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ടോ, അവൻ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട്. അവൻ ജീവിച്ചു പോകട്ടെ. ഏത് വിശ്വാസത്തിലെങ്കിലും അവൻ ജീവിച്ചു പോകട്ടെ. എൻ്റെ വിശ്വാസം അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുന്നത് അക്രമമാണ്, അത് തീവ്രവാദമാണ്. ആ ഒരു കാഴ്ചപ്പാടാണ് എനിക്കുള്ളത്. അതുകൊണ്ട് ഞാൻ ഒരിക്കലും എൻ്റെ മുമ്പിൽ ഒരു മുസ്ലിം, ഒരു ഹിന്ദു എതിർക്കപ്പെടേണ്ടവനല്ല, ആക്രമിക്കപ്പെടേണ്ടവനല്ല. ഒരാളെയും ഞാൻ ആക്രമിച്ചിട്ടില്ല, ഒരാളെയും ഞാൻ ഉപദ്രവിച്ചിട്ടില്ല ഇതര മതവിശ്വാസിയെ. കാരണം എല്ലാവരും മനുഷ്യരാണ്. സത്യം മനസ്സിലാക്കി ശരിയായ രീതിയിൽ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ ഓരോ മനുഷ്യനും ദൈവം മനസാക്ഷി കൊടുത്തിട്ടുണ്ട്. അവൻ ആ രീതിയിൽ മുന്നോട്ട് പോയിക്കോട്ടെ. മറിച്ചാകുമ്പോൾ എൻ്റെ വിശ്വാസം ഞാൻ അവൻ്റെ മേൽ അടിച്ചേൽപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ഇതാണ് സത്യം, ഇത് വിശ്വസിച്ചോളൂ, ഇല്ലെങ്കിൽ നീ ഭൂമിയിൽ ജീവിക്കേണ്ട എന്ന നിലപാടെടുക്കുമ്പോൾ അത് വളരെ കഠിനമായ, അത് ക്രൂരമായ തീരുമാനമായി പോകും. അപ്പം അതുകൊണ്ട് ഇസ്ലാം മതം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുന്നു പ്രിയപ്പെട്ടവരെ. ഇസ്ലാം മതം എൻ്റെ കാഴ്ചപ്പാടിൽ ഞാൻ കണ്ടതും കേട്ടതും അനുഭവിച്ചതുമായ ഇസ്ലാം മതം എൻ്റെ കൺമുമ്പിൽ ജീവിക്കുന്ന ഇസ്ലാം മത വിശ്വാസികളിൽ നിന്നാണ്. അതനുസരിച്ച് ആ മതം, ഈ വിശ്വാസം 100% ശരിയാണ്.